ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മിസ് പാരൻറ്റ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വ്ളോഗിങ് വീഡിയോ ആണ്. നമ്മൾ വയനാട്ടിൽ പുതുതായിട്ടൊരു നഗരവനം എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് നഗരവനം എന്ന് പറഞ്ഞ സ്പോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് അടുത്ത അവസ്ഥയൊക്കെ എന്താണെന്ന് നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക കുട്ടത്താണ്, അതായത് നമ്മുടെ കേരള കർണാടക ബോർഡറിലുള്ള ഒരു പ്ലേസാണ് കുട്ട എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 hourൻ്റെ അടുത്ത് 40 to 1 hour റൈഡ് ഉണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരവനം ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു വാക്ക്, ഒരു കിലോമീറ്റർ ചുറ്റോടെല്ലാം തോന്നുന്നുണ്ട്. 800 മീറ്റർ എന്താ പറയുക വാക്ക് തന്നെ ഉണ്ട്. ജസ്റ്റ് ഒരു നടത്തും. അപ്പോൾ എങ്ങനെ ടിക്കറ്റ് വരുന്നത് കറക്റ്റ് അറിയില്ല, കറക്റ്റ് അവിടെ പോയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇതിന് 2 സൈഡിലും കാണുന്ന കാപ്പിത്തോട്ടാണ്. നമുക്ക് വയനാട്ടുകാർക്ക് തേയില എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ കാപ്പി ഇഷ്ടം പോലെ ഇക്കർ കണക്കിനാണ് ഇവിടെ കാപ്പിത്തോട്ടങ്ങളുള്ളത്. കാപ്പിത്തോട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പരിപാലിക്കുന്ന കാപ്പിത്തോട്ടമാണ്. ഉഷാറുണ്ടല്ലേ ചെടിയൊക്കെ. ഇപ്പം നമ്മളെ വണ്ടിയിൽ കിടക്കുന്ന ഹാൻഡിൽ ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MTൻ്റെ ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാർ രക്ഷയില്ല, എക്സ്ട്രീം ലെവൽ കംഫർട്ടാണ് തരുന്നത്. എന്താ പറയുക, കോർണർ ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ റൈഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ബാർ. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പമ്പില്ലേ, ആ പമ്പ് ഊട്ടിപ്പോയൊരു പമ്പാണ്. കാരണം വേറൊന്നുമല്ല, കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ 7 രൂപയോ 4 രൂപ എങ്ങനെ വ്യത്യാസമുണ്ട് പെട്രോളിന്. അപ്പോൾ കർണാടകത്തിലൊന്ന് പെട്രോൾ അടിക്കും, തിരിച്ച് അവിടെ നിന്ന് അടിച്ചിട്ട് വരും. അപ്പോൾ ഈ പമ്പിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാണ്ടായി, അങ്ങനെ അത് പൂട്ടിപ്പോയി. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാട്ടിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള ഈ ഒരു റൈഡ് പ്രത്യേകതരൊരു ഫീലാണ്. ഒരു മാതിരി വളവും തിരിവും, വലിയ വണ്ടികൾ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോകാം. എത്ര വേണമെങ്കിലും ഫാസ്റ്റിനും പോവാം, എത്ര വേണമെങ്കിലും മെല്ലെയും പോവാം, ന്യൂട്രലിൽ പോവാം, ടു മാന്ത പടിയിട്ടോ. തിരിച്ചു പോകുമ്പോൾ ചെറിയ കയറ്റം പോലെ ഉണ്ടാവും. ഇവിടെ ന്യൂട്രൽ അടിക്കാൻ വേണമെങ്കിൽ നമുക്ക് സ്പീഡ് പോവാം. സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട് 30 കിലോമീറ്റർ. പക്ഷേ പോലീസിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മൃഗങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ ഇടയിൽ നിന്ന് മാനും മൃഗങ്ങളൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഗായ്സ്, നമ്മളപ്പോൾ ഒരു തിരക്കിൽ പെട്ട് കിടക്കാണ്. ജസ്റ്റ് എന്തോ ഇവിടെ സംഭവം നടന്നിട്ടുണ്ട്. നോക്കാം എന്താ. മാനിടിച്ചോന്ന് ഗായ്സ്, ഒരു മാൻ്റെ വയത്ത് വണ്ടി ബോർഡൊക്കെ ബ്ലോക്കായി. പാവമാൻ എന്തെങ്കിലും പറ്റിയിട്ടാണോ. വനമേഖലയിലൂടെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, വൈൽഡ് ആനിമൽസ് ചാടാൻ ചാൻസ് ഉണ്ട്. ഗേസ്, നമ്മളങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലോട്ട് പോയിട്ട് എന്താ അവസ്ഥ നോക്കാം. ചെക്കുണ്ടത്. ഇതാണ് അതിൻ്റെ ലേ ഔട്ട്, നമ്മുടെ വനനഗരത്തിൻ്റെ ലേ ഔട്ട്. ഇവിടെയാണ് നമ്മളെ ഇപ്പോൾ ഉള്ള കറണ്ട് പ്ലേസ്, പാർക്കിംഗ് ഏരിയ. നക്ഷത്രവനം, നക്ഷത്രവനം. പിന്നെ അതിൻ്റെ മുകളിൽ ആന്തൂരം വീട്ടാം, ബട്ടർഫ്ലൈ ഗാർഡൻ, വെറ്ററിനറിയം, കൊണോപ്പി വാക്ക്, ട്രീ ഹട്ട്, കഫ്റ്റീരിയ, ടോയ്ലറ്റ്, ടൈഗർ ഇൻഫർമേഷൻ ഏരിയ, ബാംബു ഹട്ട്, ഫോറസ്റ്റ് ഫോർ വാട്ടർ, എക്സിറ്റ്, സീഡ്ലിംഗ് സെയിൽ സെൻറ്റർ. നോക്കാം എന്തായാലും. ഇവിടെ എന്താ പറയുക, ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടാവും ഇതിൽ. മേ ബി ഇത് അടിപൊളിയായിരിക്കും. ട്രീ ഹട്ടും അടിപൊളിയായിരിക്കണം. ഇത് 3 എന്താ പറയുക ഒരു ഉള്ളതിൽ നല്ലതായിട്ട് തോന്നുന്നത്. നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണ്. ഇതാണ് നമ്മുടെ നക്ഷത്രവനം. ഇവിടെ കുറെ ചെടികളുണ്ട് അല്ലേ, തയ്യല്. ഇതാ ഇതിന്റെ തയ്യല്ലേ, നക്ഷത്ര. ഇത് ഓരോ വിജയിച്ചി ഓരോ നക്ഷത്രം, അതിലുള്ള മരം. ഉണ്ടാവുന്നുണ്ട്. ഓരോ നക്ഷത്രവും അതിലുള്ള മരവും അറിയാല്. ഇവിടെ പോകുന്ന വഴിക്കുള്ള ഓരോ മരത്തിലും, മെയിനായിട്ടുള്ള മരത്തിൽ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മാവ്, കറുവ, ചൂണ്ടപ്പന. അതാ അവിടെ ഒരു മരം. അടുത്ത് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതാണ് ഗൈസ് 2ാമത്തെ ഡെസ്റ്റിനേഷൻ, ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതിൽ ജസ്റ്റ് എന്താ പറയുക
ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവിടെ പൂമ്പാറ്റൊന്നുമില്ല. മെയിനായിട്ടുള്ള ചിത്രശലഭങ്ങളും അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പൂമ്പാറ്റേനെ സത്യമായിട്ടും കാണുന്നില്ല കേട്ടോ ഇവിടെ. പൂമ്പാറ്റയില്ല, പൂവില്ല, ഒന്നുമില്ല. അവിടെ ഒരു കുളമുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ നടന്ന വഴി സൂപ്പറാട്ടോ. ഇവിടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാമ്പ് വെച്ചിട്ട് അതിൽ പെയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു, ഇതൊരു വരുന്ന വഴിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. പക്ക എന്താ പറയുക, അടിപൊളി ഡിസൈനാണ് തീർത്ത് വെച്ചിട്ടുള്ളത്. വെൽക്കം ടു ഓക്സിജൻ പാർലർ. പിന്നെയാണ് ഓക്സിജൻ പാർലർ എന്ന് പറയുന്നത്. എൻ്റെ മോനെ വൈബ് സ്ഥലം. ഫോട്ടോ എടുത്ത സീനല്ലേ, ഫോട്ടോ. ഓ, ഇവിടെ പോകുന്ന വഴിക്ക് ചുറ്റിനും എന്താ പറയുക, മരങ്ങളുടെ പേര് മാത്രമല്ല ഓരോ ഇൻഫർമേഷനും മരത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വനത്തിൻ്റെ പ്രസക്തി, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് പോസ്റ്ററായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആന്തൂറിയം ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ പണ്ട് ജഗദീശേട്ടൻ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഫുള്ള് കാടാ, ടോട്ടലി ഫുള്ള് മരങ്ങളാണ്. ഇവിടെ എന്താ പറയുക, പണ്ട് താമസം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇത് ബാത്റൂം ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു വീട് പോലെ എന്തോ കാണുന്നുണ്ട്, വീടോ എന്തോ അവിടെ കാണുന്നുണ്ട്. മാനന്തവാടിയിലെ ഒരു പണ്ടത്തെ ഫോട്ടോയാണ്. 1863-നും 85-നും ഇടയിലുള്ളൊരു ഫോട്ടോ ആണ് മാനന്തവാടി. ഇത് ഏതാ സ്ഥലം, എവിടെയാണ് എവിടെയാണെന്നൊന്നും അറിയില്ല. മാനന്തവാടി ടൗൺ മാനന്തവാടി ടൗൺ ആണ്. മാനന്തവാടി ടൗൺ. 1863. പിന്നെ ഇവിടെ നടക്കുന്ന വഴികൾ തോറും ഇരിക്കാനായിട്ട് ജസ്റ്റ് എന്താ പറയുക, മരത്തിൻ്റെ രൂപം തോന്നുന്ന ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇരുമ്പ് കോൺക്രീറ്റാന്ന് തോന്നുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ സീറ്റ്, ജസ്റ്റ് സീറ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ എന്തായാലും നല്ല വൈബാണ്. നിലത്തൊക്കെ നോക്കുമ്പോൾ നല്ല എന്താ പറയുക, സാധാരണ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള കല്ലുകൾ ജസ്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. വൈബാണ് ഇവിടെ ഇരിക്കാനും, അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പും. പിന്നെ നേരത്തെ നമ്മൾ ഇൻഫർമേഷൻ എന്താ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മരത്തിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ദൂരം വന്ന് ഇനി ഏർമാടാണ്. ഏർമാടത്തെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഏർമാട കേട്ടോ. ഇതിൽ 3 പേർ കൂടുതൽ കപ്പാസിറ്റി താങ്ങുമെന്ന് എനിക്കാണ്. ഇവിടെ കൊള്ളാട്ടോ, സ്ഥലം കൊള്ളാം. പക്ഷെ എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഈ മുള ചതച്ച് വെച്ചുകൊണ്ട് ഒരു പേടിയുണ്ട്. നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ 4 ആൾക്ക് സുഖമായിട്ട് കിടക്കുകയൊക്കെ ചെയ്യാം. താഴേക്ക് ഇറങ്ങാം. കൊള്ളാട്ടോ, ഒരു ഫീൽ തന്നെയാണ് ഇത്. ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തത്. ഇറങ്ങി വയനാട്ടിലുള്ള വേഴാമ്പല്, വേഴാമ്പല് കുയില് കുറേ ഉണ്ടല്ലോ. അത് ഇതിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. കുറച്ചാണ് ഇതിനെ കണ്ടിട്ടുള്ളൂ. കൊള്ളാം എന്തായാലും. ഇത്രയും സാധനങ്ങളൊക്കെ വയനാട്ടിൽ ഉണ്ട്. ഒരു പുള്ളിപ്പോയി ഒക്കെ ഒറിജിനാലിറ്റി. അതിൻ്റെ മീശൊക്കെ നോക്ക്, വിഷയ കൊള്ളാട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒറിജിനൽ പോലും കൂടുന്നാലും അറിയില്ല. ഇത് വനത്തിലെ മൃഗങ്ങളുടെ ലൈഫ്, എത്ര വർഷം വരെ ജീവിക്കുമെന്ന്. കുറഞ്ഞ 22 വർഷം, കടുവയ്ക്ക് 15, 65 വർഷം ആനയോ. സീനല്ലേ ആന, ടോപ്പ് സ്കോറർ. ഇതൊക്കെ സീനാട്ടോ. ഇതൊക്കെ കോൺക്രീറ്റ് അല്ലേ, ഫിനിഷ് ചെയ്യാൻ നോക്ക്. ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വുഡാന്നേ തോന്നുള്ളൂ. ആ രീതിയുള്ള ക്യാമറയൊക്കെ ഉണ്ടല്ലോ. ഇത് അടുത്ത സ്ഥലമാണ്. ഇവിടെ പാമ്പിനെ കൊണ്ടാക്കി വെച്ചിട്ടുള്ളത് വേറെ ലെവലായിട്ടുണ്ട്. ഇത് റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സെയിം വാട്ടറിനെ കുറിച്ച് തിരിഞ്ഞു വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ആ രീതിക്കാണ് തോന്നുന്നത്. പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉള്ളിൽ മോട്ടറുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും. കൊള്ളാം എന്തായാലും. ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക, നഗരവനത്തിലുള്ള ട്രിപ്പ് തീരാനായിട്ടുണ്ട്. കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇവിടെ എന്താ പറയുക, എക്സിറ്റിൻ്റെ വഴിയുണ്ട്. ഇതേടാ മയിലൊക്കെ സീനാണല്ലോ. കൊള്ളാം. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നല്ലൊരു എന്താ പറയുക കൊടുത്ത പൈസക്ക് മുതലാവുന്നൊരു ജേണി തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു.